ചരിത്ര വിദ്യാർത്ഥിയായ ആളിനൊന്നും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറിന്റെ പോരാട്ടത്തെ ഒന്നും കണ്ടില്ലെന്ന് അടിക്കാനൊന്നും പറ്റത്തില്ല. സവർക്കർ അനുഭവിച്ചതിന്റെ അത്രയൊന്നും ത്യാഗമൊന്നും ഈ പറയുന്ന വലിയ കോൺഗ്രസിലെ നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള പക്ഷം തന്നെ എനിക്ക്. അതിന് അണ്ണൻ എന്നെ BJP ആക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആൻഡമാൻ അവിടുത്തെ ജയിലിൽ കിടന്ന് പീഡത്തിൽ കെട്ടിയിട്ടുള്ള അടി, തൊഴി, ഇടി അതിനെല്ലാം കൊണ്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ആളുകളെ ദേശീയത ഊട്ടിയുറപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നയിക്കാൻ ആക്കിയിട്ടുണ്ട്. 14 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു. അപ്പോൾ സവർക്കർ എന്താണ് മോശമൊക്കെ ഒന്നുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിലെ അഭിനവ കോൺഗ്രസിൻ്റെ അകത്തെ പല നേതാക്കളെക്കാൾ കൂടുതൽ ത്യാഗം സഹിക്കുകയും തല്ലും കുത്തും ഇടിയൊക്കെ ഒരുപാട് കൊണ്ട ആളായാൾ. ശരത് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ഈ ഷുഹൈബ് ഇപ്പോഴും CPI തുടരുകയാണോ? എപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം അയച്ചത്? അതിനകത്ത് ഈ പാർട്ടി നേതാക്കളുടെ ഗ്രൂപ്പാണോ? അതിൽ എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വന്നത്? സ്മൃതി, അതായത് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരമൊരു ചർച്ച ഈ പ്രാദേശിക ഗ്രൂപ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് പാർട്ടി ഗ്രൂപ്പല്ല, കിഴക്കേ ആൽമുക്ക് എന്ന പ്രാദേശിക ഗ്രൂപ്പാണ്. വെൺമണി ഭാഗത്തുള്ളൊരു പ്രാദേശിക ഗ്രൂപ്പാണ്. ഈ പ്രാദേശിക ഗ്രൂപ്പിൽ CPIയുടെ ലോക്കൽ സെക്രട്ടറിയായ ഷുഹൈബ് മുഹമ്മദും അംഗമായിരുന്നു. അങ്ങനെ ഷുഹൈബ് മുഹമ്മദാണ് ഇത്തരത്തിൽ സവർക്കറെ പുകഴ്ത്തി രംഗത്ത് വരികയും ചെയ്തത്. നേരത്തെ തന്നെ CPI നേതാക്കളൊക്കെ തന്നെ സവർക്കർ ഒരു ഒറ്റുകാരൻ എന്ന നിലയ്ക്കാണ് പലപ്പോഴും പറഞ്ഞു വരാറുള്ളത്. പക്ഷേ ഇതിനിടയിലാണ് എന്തായാലും CPI ലോക്കൽ സെക്രട്ടറി സവർക്കറെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നത്. സവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച നേതാവാണ്. സ്വാതന്ത്ര്യത്തിനായുള്ള സവർക്കറുടെ പോരാട്ടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സവർക്കർ അനുഭവിച്ച ത്യാഗം വലിയ കോൺഗ്രസ് നേതാക്കൾ പോലും അനുഭവിച്ചിട്ടില്ല. ജയിലറയ്ക്കുള്ളിൽ നിന്ന് ആളുകളെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പ്രാപ്തരാക്കുകയാണ് സവർക്കർ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും ഈ CPIയുടെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ തന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് മറ്റൊരാൾ അയച്ചു എന്നുള്ളതാണ് ഒരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ അതിന് മുകളിലുള്ള സന്ദേശമൊക്കെ തന്നെ തന്റേതാണെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഈ പറയുന്ന ലോക്കൽ സെക്രട്ടറിയുടേതാണ് എന്നുള്ളതാണ് പ്രാദേശിക നേതാക്കളും വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും CPI നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരണം നൽകിയിട്ടില്ല. മറ്റു നടപടികളിലേക്ക് ഇതിന് ഇപ്പോഴും CPI കടന്നിട്ടുമില്ല.